പോലീസ് പിടികൂടിയ കുറുവ സംഘ മോഷ്ടാവ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയി. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് എറണാകുളത്ത് നിന്നും പിടികൂടി കൊണ്ടുവരുന്നതിനിടയിലാണ് കുണ്ടന്നൂരിൽ വെച്ച് പ്രതി ചാടിപ്പോയത്. തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവം കൈവിലങ്ങോടെ പൂർണ്ണ നഗ്നനായാണ് രക്ഷപ്പെട്ടത്. പ്രതിക്കായി പോലീസ് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, ഒരുപക്ഷെ പ്രതി ഈ ഒരു അതിർത്തി വിടാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? തെരച്ചിൽ കണ്ടത് ഫയർഫോഴ്സും അഖിൽ, നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ്. ആ രക്ഷപ്പെട്ടുപോയ പ്രതി പിടിയിലായി എന്നുള്ള നിർണായക വിവരം പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? കുറുവ സംഘത്തിൽ നിന്നും ചാടിപ്പോയ പ്രതി തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട ഏകദേശം ഒരു 2 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് സന്തോഷിനെ ഫയർഫോഴ്സ് സംഘവും പോലീസും കൂടി ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും കൂടെ പോലീസ് സംഘം അടക്കം ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം എന്തായാലും തുടർനടപടി ഉണ്ടാവും. നേരത്തെ അതായത് പോലീസ് സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടെത്തിക്കുന്ന, അതായത് പോലീസ് ജീപ്പിൽ നിന്ന് മാറ്റുന്ന സമയത്ത്, അതായത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി മാറ്റുന്ന സമയത്താണ് ഇത്തരത്തിൽ സന്തോഷ് ചാടിപ്പോയത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സന്തോഷിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും വലിയ ശക്തമായി നടത്തിയതിന് ഒടുവിലാണ് സന്തോഷിനെ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം സ്ത്രീകളും അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതിന് തിരച്ചിലിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ എവിടെയാണുള്ളത്? അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അതിർത്തി കടക്കും മുൻപ് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഇത്രയും നീണ്ട ആ ഒരു സമയത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം ആലപ്പുഴയിൽ ജില്ലയിലടക്കം ആ ഒരു മോഷണ പരമ്പര നടക്കുന്നത് കുറുവ സംഘമാണെന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരുന്നു. തുടർന്നാണ് ഈ ഒരു പ്രതിയെ പിടിയിലാകുന്നത്. പിന്നീട് ഈ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നതിനിടയിൽ ചാടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതും അത്തരത്തിൽ മറ്റ് അംഗങ്ങൾ തന്നെയാണ്. അവരും പുറത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള മറ്റ് നടപടികളും കൂടുതലായി മറ്റ് പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ ഉള്ളത്? അന്വേഷണത്തിന്റെ ഒരു ഘട്ടമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളത്. ഇപ്പോൾ നമ്മളിവിടുത്തെ നിൽക്കുന്ന പോലീസുകാരുടെ പ്രതികരണം തേടാൻ നേരത്ത് പോലീസുകാർ പറഞ്ഞത് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സ് സംഘവും ഒക്കെ തന്നെ ക്യൂബ സംഘവും ഒക്കെ നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ചാടിപ്പോയ പ്രതിയെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും പോലീസ് അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്യും എന്നതാണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽ സൂചിപ്പിച്ചതുപോലെ നിലവിലെ ഒരു അന്വേഷണ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. എന്തു തന്നെയായാലും ഈ ഒരു കേസിന്റെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്തായിരിക്കാം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തത്. എന്തു തന്നെയായാലും ഈ ചാടിപ്പോയ പ്രതിയെ പിടികൂടി ഇപ്പോൾ പോലീസിന് കൈമാറുന്ന മണ്ണഞ്ചേരി പോലീസിന് കൈമാറാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും ഒരുപക്ഷെ ഈ ഒരു പ്രതി ചാടിപ്പോയ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാർക്കെതിരെ ഒരു വകുപ്പ് തല നടപടിക്ക് ഒരു സാധ്യത കൂടിയല്ലേ ഉള്ളത്? ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട് വിഷ്ണു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു മോഷണം എറണാകുളം ജില്ലയിൽ ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു മോഷണ സംഘം അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തിയ മോഷ്ടാക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മോഷണ സംഘത്തെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട ജാഗ്രത പോലീസ് പുലർത്തിയിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അപ്പോൾ അത്തരത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക്
കൂടെ ഒരു പ്രതി ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട ജാഗ്രത പോലീസ് പാലിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കഴിഞ്ഞ മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ചില മോഷണ പരമ്പരകളുണ്ട്. ആ മോഷണ പരമ്പരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എറണാകുളത്തെ ചില പ്രധാനപ്പെട്ട മൊബൈൽ കടകൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കടകളിലൊക്കെ തന്നെ ഇത്തരത്തിലുണ്ടായിരുന്ന ചില മോഷണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മോഷണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം എറണാകുളത്ത് വ്യാപകമായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രണ്ടു ജില്ലകൾ, അതിർത്തി ആലപ്പുഴയും എറണാകുളത്തും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നടക്കുന്ന രണ്ട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ മോഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതികളെ കൊണ്ടുപോകുമ്പോൾ പോലീസ് എത്രമാത്രം ജാഗ്രത പുലർത്തിയിരുന്നോ എന്നുള്ള കാര്യവും പരിശോധിക്കപ്പെടേണ്ടത്. അതായത് എന്തായാലും ഈ നിൽക്കുന്ന പ്രദേശം തരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ആളോ ബഹളമോ ഒന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. ആ പ്രദേശത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ തന്നെ മാലിന്യങ്ങൾ പോലും വലിച്ചെറിയുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് അത്തരത്തിൽ ഉള്ള പ്രദേശത്തോടു കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകേണ്ട ജാഗ്രത പാലിച്ചിട്ടുണ്ടോ എന്നതാണ് എന്നീ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയേണ്ടത്. എന്തായാലും ഉന്നതമായ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നും വ്യക്തത തേടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഫയർഫോഴ്സ് സംഘം അതുപോലെ തന്നെ പോലീസ് സംഘം ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഇപ്പോൾ ഇവിടെ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചാ വിഷയമാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. കാരണം എറണാകുളം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോഷണ പരമ്പരകൾ തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ഇത്തരത്തിലുള്ളൊരു മോഷണം നടക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അത്തരത്തിലൊരു പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുക്കേണ്ട മാനദണ്ഡം അല്ലെങ്കിൽ എടുക്കേണ്ട സുരക്ഷ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നത്. കാരണം ആലപ്പുഴ പോലീസിന്റെ കയ്യിൽ നിന്നുമാണ് കൈവലങ്ങോട് കൂടിയാണ് ഒരു പ്രതി ചാടിപ്പോകുന്നത്. അപ്പോൾ പോലീസ് ജീപ്പിൽ കൈവലങ്ങിട്ട് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട ജാഗ്രത പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. ഈ DGPയുടെ നേതൃത്വത്തിലാണ് ഇവിടെ അന്വേഷണം നടത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ SI റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിൽക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നതാണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിഷ്ണു. യെസ്, അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ഒരു ഗുരുതരമായൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയെ കൊണ്ടുപോകുമ്പോൾ കൃത്യമായൊരു മുന്നൊരുക്കമോ സുരക്ഷയോ പാലിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഒരുപക്ഷെ അതിലും കൂടുതൽ അന്വേഷണം ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രതിയെ പിടികൂടിയതിലും കൂടുതലൊരു സാഹസികമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കൂടുതൽ സാഹസികമായാണ് പ്രതിയെ ഇത്രയും നിമിഷങ്ങൾ കൊണ്ട് പിടികൂടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച മറ്റ് പ്രതികൾക്കായും കൂടുതൽ തെരച്ചിൽ ഇനി നടത്തേണ്ടതുണ്ട്. അതിലും ഒരു ഗുരുതരമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു നാടിനെ ഒന്നാകെ ഭയപ്പെടുത്തുന്ന ഒരു മോഷണ പരമ്പര നടക്കുമ്പോഴും പോലീസ് അത് ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ ഈ ഒരു പ്രതിയുടെ രക്ഷപ്പെടൽ സൂചിപ്പിക്കുന്നത്. വിഷ്ണു, ഇതിൽ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഇതൊരു അങ്ങനത്തെ ഒരു പ്രദേശമാണ്, ഇരുണ്ട ഒരു പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രദേശത്തൂടെ ഇത്തരത്തിൽ പോകുമ്പോൾ ഉണ്ടാകേണ്ട ചില ജാഗ്രതകളുണ്ട്. കാരണം അല്ലെങ്കിലും ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ പ്രതിയെ അങ്ങനെ കൊണ്ടുപോകുമ്പോഴുള്ള ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിഷ്ണു, എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണു. യെസ്, അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശി സന്തോഷാണ് പിടിയിലായത്. കുറുവ സംഘത്തിൽപ്പെട്ടയാളാണ് ഇയാൾ നേരത്തെ മണിച്ചേരി പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നാണ് ചാടിപ്പോയിട്ടുള്ളത്. എറണാകുളത്ത് വെച്ച് പിടിയിലായ
പ്രതിയാണ് ആലപ്പുഴ പോലീസിൻ്റെ മണ്ണഞ്ചേരി പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കെ ചാടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ സാഹസികമായി ആ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഉടൻ തന്നെ ഇനി മണ്ണഞ്ചേരി പോലീസിന് പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്യുമെന്നുള്ളൊരു കാര്യമുണ്ട്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തിനേലും വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രത്തോളം ഗുരുതരമായ ഒരു കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ കൊണ്ടുപോകുന്നതിൽ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രത്തോളം സുരക്ഷയും വെട്ടിച്ചുകൊണ്ട് ആ ഒരു പ്രതി ചാടിപ്പോയെങ്കിൽ അവിടെ കൃത്യമായൊരു ഗുരുതര കൃത്യവിലോപം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അഖിൽ, ഇനി അറിയേണ്ടത് മറ്റ് നടപടിക്രമങ്ങൾ ഏത് തരത്തിൽ എന്നുള്ളതാണ്. നിലവിൽ എപ്പോഴായിരിക്കും ഈ ഒരു പ്രതിയെ വണ്ണഞ്ചേരി പോലീസിന് കൈമാറുക? നിലവിൽ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ പോലീസിൻ്റെ ഉന്നത സംഘം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം മുന്നോട്ട് വയ്ക്കാൻ ഒരു സാധ്യതയുണ്ടോ? യെസ്, അഖിലേക്ക് വരാം. എന്തിനായാലും വളരെയധികം നിർണായകമായൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ചാടിപ്പോയ കുറുവ സംഘാംഗം ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. പ്രതി സന്തോഷാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശിയാണ്. കുറുവ സംഘാംഗം പിടിയിലായിരിക്കുകയാണ്. വളരെയധികം സാഹസികമായ നീക്കത്തിലൊടുവിലാണ് ഇപ്പോൾ ചാടിപ്പോയ പ്രതി പിടിയിലായിട്ടുള്ളത്. എന്തുതന്നെയാലും ഇത് സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടികൾ ഇനി പുരോഗമിക്കുന്നുണ്ട്. ഉടൻ തന്നെ മണ്ണഞ്ചേരി പോലീസിന് പ്രതിയെ ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വളരെയധികം ഗുരുതരമായൊരു കേസിലെ പ്രതിയാണ്. ആ പ്രതിയെ കൊണ്ടുപോകുന്നതിലൊരു സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇതിനൊപ്പം എടുത്ത് പറയേണ്ടതുണ്ട്. എന്തുതന്നെയാലും വരും മണിക്കൂറിൽ മറ്റ് നടപടികളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.